പരിശുദ്ധമായ ഖാജ മുഈദുൽ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സറഹുൽ അസീസ്, ആ മഹാനുഭാവനും അദ്ദേഹത്തോട് ബന്ധപ്പെട്ട മഹത്തുക്കളുമൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ദർഗാ ശരീഫ് ഉൾക്കൊള്ളുന്ന അജ്മീർ, അവിടെ അവർ ചെല്ലുമ്പോൾ ഏകദേശം ഒരു 9 മണി കഴിഞ്ഞ് അവിടെ ഒരു ദർഗാ ശരീഫിൽ അവർ ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ ദർഗാ ശരീഫ് അടക്കുന്ന സമയമായിട്ടും അവരുടെ അഭ്യർത്ഥന അനുസരിച്ചുകൊണ്ട് ആ ദർഗയിലെ ഹാദിം അവർക്ക് അവിടെ കിടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. മറ്റാർക്കും ചെയ്തു കൊടുക്കാത്തൊരു സൗകര്യം അവിടെ ചെയ്തു കൊടുത്തു. അങ്ങനെ സുഖമായിട്ട് അവർ അവിടെ കിടന്നു. പ്രഭാതമായപ്പോൾ കുഞ്ഞാപ്പു ഹാജി എഴുന്നേറ്റു. അദ്ദേഹം ഉറങ്ങിയിരുന്നു. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ നന്നായി കിടന്നുറങ്ങിയില്ലേ? ഞാൻ നേരം വെളുക്കാതിരിക്കാനാണ് ആഗ്രഹിച്ചത്. കാരണം ഞാൻ ഇവിടെ ഇവരുമായി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. ഉസ്താദ് പറഞ്ഞു, ഞാൻ പോയി ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഔലിയാക്കളുമായി ഒരുപാട് കാര്യങ്ങൾ ദർഗാ ശരീഫിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ ആ മഹത്തുക്കളുടെ അർവാഹുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ബന്ധത്തിന്റെ ആഴമല്ലേ അത് സൂചിപ്പിക്കുന്നത്? മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ചെയ്യാണ്ടിരുന്നല്ലോ. മുത്തുപ്പേട്ടയിലേക്ക് ശൈഖുനാ തങ്ങൾ പോയിട്ട് അവിടുത്തെ മഹാനവറുകളോട് ശരിക്കും ആത്മീയമായി സംവദിക്കാറുണ്ടായിരുന്നു. അയലക്കാട് പോയി സംവദിക്കാറുണ്ടായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട്. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ഒതുങ്ങുകയാണ്. അതിന് തന്നെ ധാരാളം സമയം ആവശ്യം.